ശ്രീ എച്ച് ഹാഫിസ്, ഇവിടെ നാസർ കൊളായി സൂചിപ്പിച്ചതുപോലെ തൻ്റെ വലങ്കൈയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവരാൻ, മാത്രമല്ല ഈ ഫണ്ട് പിരിവുകളും അതിലെ വെട്ടിപ്പുകളും മറയ്ക്കാൻ ചില തന്ത്രങ്ങളുമായാണോ ഷാഫി പറമ്പലിൻ്റെ നേതൃത്വത്തിൽ ഈ ഷോ എന്നൊക്കെയാണ് ഇവർ ആരോപിക്കുന്നത്. അതിന് അടിസ്ഥാനമുണ്ടോ താങ്കളുടെ നിരീക്ഷണത്തിൽ? അതിന് അടിസ്ഥാനമുള്ളൂ. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പ്രിയപ്പെട്ട ബഹുമാന്യായ റെജി പറഞ്ഞ ഒരു കാര്യമുണ്ട്. കേരള കോൺഗ്രസ് എം LDFന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ കൂടുതൽ പോരടിക്കുന്നു, വാദിക്കുന്നു എന്നുള്ളത്. 40 വർഷക്കാലം UDFനൊപ്പം നിന്നൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം. അന്ന് കോൺഗ്രസിന് വേണ്ടി UDFന് വേണ്ടി ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. ആ നന്ദി ഒന്നും കാണിച്ചില്ല എന്ന് മാത്രമല്ല, മാണിസാറിന് മരണശേഷം നന്ദികേട് കാണിച്ച് അദ്ദേഹത്തിൻ്റെ മകനെയും പാർട്ടിയെയും തെരുവിലേക്ക് തള്ളാൻ ശ്രമിച്ച കോൺഗ്രസിന് കിട്ടിയ തിരിച്ചടിയാണ് ഈ പാർട്ടിയെ LDF ചേർത്ത് പിടിച്ചത്. അതുകൊണ്ട് തന്നെ ഈ LDFനോട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട്, അതിൻ്റെ നേതൃത്വത്തോട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെ ഓരോ പ്രവർത്തകനും അചഞ്ചലമായ കൂറും വിശ്വാസവുമുണ്ട്. അത് അങ്ങേയറ്റം ഞങ്ങൾ പ്രകടിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പ്രകടിപ്പിക്കുകയും ചെയ്യും എന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ സ്നേഹബുദ്ധിയ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി പിന്നെ അതുപോലെ അജിംഷാദ് പറഞ്ഞു, ഇവിടെ നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് അറിയണമെങ്കിൽ ഇവരുടെയൊക്കെ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ മതിയെന്നാണ്. ആ കാലമൊക്കെ പോയി അജിംഷാദ്. കാരണം കോൾ ഡീറ്റെയിൽസോ വാട്സാപ്പോ പരിശോധിച്ചാലല്ല, ഗൂഗിൾ പേയിൽ കൂടെ ഇപ്പോൾ ചാറ്റിംഗ് നടത്തുന്ന കോൺഗ്രസ്സുകാരുടെ ഈ ഗൂഢാലോചന കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷേ ഈ കേരളീയരെ മലയാളികൾ പൊട്ടന്മാരൊന്നുമല്ല. പ്രിയപ്പെട്ട നാസർ കോളായി പറയുന്നത് പോലെ, നമ്മൾ പൊതുസമൂഹം വിലയിരുത്തുന്ന പോലെ, നാസർ കോളായി പറഞ്ഞ കൃത്യമായ കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് 55 ദിവസമായി പാരസെറ്റമോളും സെട്രസിനും കഴിച്ച് വീട്ടിലിരിക്കുക. അയാളെ പുറത്തേക്ക് ഇറക്കണമെങ്കിൽ മറ്റ് വിഷയങ്ങളിലെടുത്ത് ജനങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. നിയമസഭയിൽ കൊണ്ടുവന്ന് നോക്കി. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ കുറിപ്പ് കൊടുത്തു. ഇറങ്ങിപ്പോടാന്നുള്ള കുറിപ്പാണ് പുറത്ത് വന്നതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. ആ കുറിപ്പ് എന്തായാലും അത് കിട്ടി പറഞ്ഞാൽ പുറത്ത് പോയി രാഹുൽ മാങ്കൂട്ടം. അതിനുശേഷം രാത്രി 12 മണിക്ക് ശേഷം പാലക്കാട് ചെന്ന് അവിടുത്തെ KSRTC ഉദ്യോഗസ്ഥരുമായി ചേർന്നൊരു വണ്ടിയുടെ ഫ്ലാഗ് ഓഫ് നടത്തി. അതിനുശേഷം ഇന്നലെ തന്നെ രാത്രി തന്നെ കോഴിക്കോട് എത്തി മുറിയെടുത്ത് കാത്തിരിക്കണമെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്നും അവിടെ കാറ്റടിച്ചാൽ ഷാഫി പറമ്പലിൻ്റെ മൂക്കിന് കുഴപ്പമുണ്ടാകുമെന്നും ആ കാറ്റടിച്ച് മൂക്കിന് കേടുവന്ന ഷാഫി പറമ്പൽ ഓപ്പറേഷന് വേണ്ടി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തുമെന്നും ഒക്കെയുള്ള ഗൂഢാലോചന നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട, സ്ത്രീ പീഡനത്തിൽ മാത്രമല്ല ഗർഭചിത്രത്തിൽ പോലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ തന്നാൽ ഗർഭിണിയായപ്പെട്ട പാവപ്പെട്ട പെൺകുട്ടിയെ ചാടി ചവിട്ടുമെന്നും ഗർഭശിശുവിനെ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയ ഒരുത്തന്നെ ചാനലുകളുടെ മുന്നിൽ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി മൈക്കിന് മുന്നിൽ നിന്ന് കൊടുക്കാൻ ഒരു അവസരമുണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണിത്.